ഇന്ന് നമുക്ക് ചായയോടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കടല മസാല ചെയ്തെടുത്താലോ. നമ്മൾ കപ്പലണ്ടി മസാലയൊക്കെ ചെയ്യണ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി കടല മസാല ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് കടല തലേദിവസം വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കറിൽ ഒരു 3-4 വിസിലൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മസാല ചെയ്തെടുക്കാം. നമ്മുടെ കടലയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുത്താണ് കടലയ്ക്ക് അനുസരിച്ച് കടലമാവ് എടുക്കുക. ഇനി അതിലേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഇനി നമുക്ക് എരിവിനായിട്ടും കളറിനൊക്കെ ആയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ കടലയൊക്കെ വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കടല വേവിച്ചെടുത്ത് നമ്മുടെ കടല അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കടല മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മാവിൽ കുറച്ച് വെള്ളം കൂടി പോയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കടലമാവും കൂടി ചേർത്ത് നല്ല തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമ്മൾ പാൻ വെച്ച് എണ്ണയൊക്കെ ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പറ്റണ രീതിയിൽ നമുക്ക് കുറച്ച് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചാണ് എണ്ണയിലിട്ടതുകൊണ്ട് നമുക്ക് പതുക്കെ ഇടാനേ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് ആദ്യം ഇട്ടതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൈ ഉപയോഗിച്ച് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ ഇടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു വെളുത്തുള്ളി ചതച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കടലയും ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മസാല കടലൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്ത് കഴിച്ച് അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.